ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ നമുക്ക് പറങ്കിമാവിനെ പരിചയപ്പെട്ടാലോ? ഈ പറങ്കിമാങ്ങ എങ്ങനെ പേര് വന്നത്? പോർച്ചുഗീസുകാർ ഗോവയിലാണ് ആദ്യം ഇതിൻ്റെ തൈ കൊണ്ടുവന്ന് നട്ടത്. അതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ പറങ്കികൾ കൊണ്ടുവന്ന് നട്ടതുകൊണ്ടാണ് അത്ര ഇതിന് പറങ്കിമാങ്ങ എന്ന് പേര് വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു കേട്ടോ. ഞങ്ങൾക്ക് വലിയൊരു അപ്പൂപ്പൻ പറങ്കിമാവ് ഉണ്ടായിരുന്നു. ഒരുപാട് കശുമാങ്ങയും കിട്ടിയിരുന്നു, അണ്ടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേന്ന് 2 വർഷം മുന്നേ അത് കടപുഴക്കി വീണു. അതിനുശേഷം ഞങ്ങൾ ഹൈബ്രിഡ് വെച്ചിട്ടുണ്ട്, കായഫലം തന്നിട്ടില്ല. ഈ പറങ്കിമാങ്ങ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും അതിൻ്റെ ചവർപ്പ് കാരണം ചിലർക്കൊക്കെ ഒരു മടിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ചെയ്യാമെന്നറിയോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കും. അതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പിട്ട് വെക്കും. ഉപ്പിട്ട് വെച്ചതിന് ശേഷം നമ്മളത് കഴിക്കുകയാണെങ്കിൽ അത്ര ചവർപ്പുണ്ടാവില്ല. ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന്. ഒരു ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് 5 ഇരട്ടിയാണ് ഒരു കാഷ്യൂ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മളതിൻ്റെ നീരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീര് കുറച്ച് എടുത്ത് കഴിഞ്ഞിട്ട് 2 ഗ്ലാസ് 3 ഗ്ലാസ് ഒക്കെ ഇട്ടാണെങ്കിൽ 2-3 ടേബിൾ സ്പൂണും കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കും. അതിന് ശേഷമാകുമ്പോൾ കഴിക്കുമ്പോൾ അത്ര ചവർപ്പുണ്ടാവില്ല. പിന്നെ നമ്മളിത് വെച്ചിട്ട് കടിച്ചാപ്പറിച്ച് മിഠായി ഉണ്ടാക്കും, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പറങ്കിമാങ്ങയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും കഴിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.